നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം സുരേന്ദ്രപിള്ള. ഈ നടി അൻസിബയുടെ കാര്യം വലിയ കഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? എല്ലായിടത്തും കൊണ്ട് പരാതി കൊടുക്കുന്നു. അവിടെ നിന്നൊക്കെ കോടതി അടക്കം പോലീസുകാരെ അടക്കം ഇറക്കി വിടുന്നു. കടവന്ത്ര SHO മാറ്റമെന്ന് പറഞ്ഞ് അടുത്ത പരാതി കൊടുക്കുന്നു. പിന്നെ ടിനി ടോമിന് എന്തായാലും ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി മെറിറ്റ് ആണ് നോക്കിയത്. അപ്പൊ ഒരു പരാതി കിട്ടിയാൽ കേസെടുത്ത് FIR ഇട്ട് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകപ്പാടെ ഇപ്പോൾ സേഫായി നിൽക്കുന്ന ശ്വേതാമേനോനും ലക്ഷ്മിപ്രിയ, ശ്വേതാമേനോൻ, അതുപോലെ തന്നെ ഇടവേള ബാബു, അങ്ങനത്തെ കുറെ ബാബുരാജ്, മെയിൻ സ്ട്രീമിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ അമ്മയുടെ മാറിയിരുന്നു. ഇപ്പൊ അമ്മയുടെ ബി ടീമുകൾ തമ്മിൽ ശരിക്കും ഇത് എങ്ങോട്ടാ പോകുന്നത്? അൻസിബയ്ക്ക് ശരിക്കും ഈ റോള് മറ്റു ചിത്രങ്ങളിലൊക്കെ അവസരം കിട്ടാത്തതിന്റെ വിഷമമാണോ അതോ സ്ഥിരം വ്യവഹാരിയാണോ? സത്യത്തിൽ അൻസിബ സ്ഥിരം വ്യവഹാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻസിബ ഇങ്ങനെ പല സ്ഥലത്തും പരാതി കൊടുക്കുകയും പല സ്ഥലങ്ങളിലും പരാതി ഇത്തരത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പരാതി പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പരാതി കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് പരാതി കൊടുക്കാവൂ. പോലീസുകാർക്ക് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജോലിഭാരമുണ്ട്. നമ്മുടെ വാശിയും വൈരാഗ്യവും തീർക്കാൻ വേണ്ടി നമ്മൾ പരാതി കൊടുക്കുമ്പോൾ പരാതിക്ക് മെറിറ്റ് ഉണ്ടോ എന്ന് ആലോചിക്കണം. ആ മെറിറ്റില്ലാത്ത പരാതികൾ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പരാതി അതെ അതെ, ഇത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിവരമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ. ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളതാണ്. ഈ അൻസിബ പറയുമ്പോൾ അൻസിബ അതുണ്ട്, അതൊരു വലിയ കഥയാണ്. കാരണം ഇവരുടെ ഓരോ പ്രസ്താവനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അൻസിബയും കുറച്ച് അൻസിബയോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ മാലാ പാർവതി, അതുപോലെ തന്നെ ഉഷ ഹസീന, സീനത്ത്, അങ്ങനെയുള്ള അവരുടെ ഒരു വിഭാഗം തന്നെയുണ്ട്. അതിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു പരാതി കൊടുത്താൽ FIR ഇടൂ, തള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. പരാതി കൊടുത്താൽ എന്തുകൊണ്ട് FIR ഇടുന്നില്ല? FIR ഇടൂ, നിങ്ങൾ FIR ഇട്ട ശേഷം കഴമ്പില്ലെങ്കിൽ തള്ളിക്കോളൂ എന്നൊക്കെ. അപ്പോൾ താൽക്കാലികമായ ഒരു FIR ഇട്ട് തള്ളണമെന്നതിനപ്പുറത്തേക്ക് കേസ് വിജയിപ്പിച്ചെടുക്കണമെന്ന് അൻസിബയ്ക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഡിഫമേഷൻ, അതായത് നമ്മളിപ്പോൾ സാധാരണഗതി നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന കേസ് ഡിഫമേഷനാണ്. അപ്പോൾ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിഫമേഷന് രണ്ട് തരത്തിലാണ്, ക്രിമിനൽ ആൻഡ് സിവിൽ ഡിഫമേഷനാണ് ഉണ്ടാകുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള ഡിഫമേഷൻ അല്ലെങ്കിൽ അതിന് സിവിൽ ഡിഫമേഷനെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിവിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിന് പൈസ കൊടുക്കുക. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്മിപ്രിയ അതിന് മറുപടി പറഞ്ഞിരുന്നു. കാരണം ലക്ഷ്മിപ്രിയ അന്ന് പറഞ്ഞ എന്താണ്, ഞാൻ കോടതിയിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യുമെന്നുള്ളതാണ്. പോലീസിലല്ല ഡിഫമേഷൻ കേസ് എടുക്കുക. ക്രിമിനൽ ഡിഫമേഷൻ ആണെങ്കിൽ മാത്രമേ പോലീസിന്, ക്രിമിനൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കാൻ കഴിയൂ. സിവിൽ ഡിഫമേഷൻ കോടതി വഴി തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ പോയി ഫയൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ കൊടുത്തത് അൻസിബയ്ക്കും ശ്വേതാമേനോനുമെതിരെ. ശ്വേതാമേനോന് അൻസിബ പരാതി കൊടുത്തിട്ടുള്ള ശ്വേതാമേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെയാണ്. ലക്ഷ്മിപ്രിയ ക്യാൻ എന്ന് പറയുന്ന ചാനലിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാമേനോനുമെതിരെ പരാതി എടുക്കണമെന്നാണ് ആവശ്യം. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഈ വക്കീൽ എന്ന് പറയുന്ന ആൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അൻസിബയുടെ വക്കീൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അൻസിബയെ തെറ്റിദ്ധരിപ്പിക്കാനാണോ അതോ അദ്ദേഹത്തിന് അറിയാത്താണോ എന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ തൽക്കാലം പൈസ കിട്ടും അതുകൊണ്ട് ഇങ്ങനെ കേസ് നടത്തിക്കൊണ്ട് പോകാമെന്നുള്ളതാണ്. ചില വക്കീലന്മാർ അങ്ങനെയുണ്ടല്ലോ, അങ്ങനെയാണോ എന്നറിയില്ല. ഏതായാലും അൻസിബയുടെ വക്കീൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അൻസിബയ്ക്കിത്. ഡിഫമേഷൻ പരാതി, ഒന്നാമത്തെ കാര്യം ശ്വേത ആ പിക്ചറിലേ ഇല്ല. ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോയ്ക്കെതിരെ പരാതി കൊടുക്കണമെങ്കിൽ ചാനലിനെ കൂടി പ്രതിയാക്കണം. ഒന്ന് ചാനലിൻ്റെ ചീഫ് എഡിറ്റർ, അത് എടുത്തിട്ടുള്ള ആങ്കർ, ഇവരൊക്കെ പ്രതികളാവണം. ഇവിടെ ശ്വേതയും ഇവർ രണ്ടുപേരും മാത്രമാണ് പ്രതികൾ. ശ്വേത ഒന്നാമത് ആ ഭാഗത്തെവിടെയും ഇല്ല ശ്വേത എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ചാനൽ അത് കഴിഞ്ഞ് അൻസിബ പറയുന്നത് കേട്ടു, എനിക്കെതിരെ ചാനലിൽ ട്രെയിലറും ടീസറും ഒക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ. ഇതൊക്കെ ലക്ഷ്മിപ്രിയ അല്ല ചെയ്യുന്നത്. ചാനലിലൊരു വീഡിയോ വന്നാൽ, ചാനലൊരു ഇൻ്റർവ്യൂ, ഞാനിപ്പോൾ രാജേഷും ഞാൻ ഇരുന്നൊരു വീഡിയോ എടുത്താൽ എൻ്റെ എഡിറ്റർ അത് ചെയ്യും. അവിടെയുള്ള റിപ്പോർട്ടർ പറയുന്ന ഭാഗം കട്ട് ചെയ്യൂ, ആ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അല്ലാതെ ഈ ചാനലും ടീസറും ഒന്നും ഉണ്ടാക്കി വെക്കുന്ന ലക്ഷ്മിപ്രിയ അല്ല. ചാനലുകൾ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണത്. അപ്പോൾ ഇത്ര സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതിനിടയിൽ അൻസിബ വേറൊരു കാര്യം പറയുന്നത് കേട്ടു, ലക്ഷ്മിപ്രിയയുടെ സംഘി ബന്ധം കൊണ്ട്
RSS ബന്ധമോ സംഘി ബന്ധമോ ഒക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുക്കാതിരിക്കുന്നതിന് കാരണം ലക്ഷ്മിപ്രിയയുടെ ബന്ധമാണത്രേ, സംഘി ബന്ധമാണത്രേ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഇവിടെയും സംഘികളാ ഭരിക്കുന്നെങ്കിൽ പിന്നെ അൻസിബ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തിൽ കയറി ഇടപെടാനുള്ള കാര്യമൊന്നും BJP ചെയ്യില്ല. അതും ഈ സിനിമയിലെ 500 പേരടങ്ങുന്ന ഈ ചീള് കേസിന് അവിടെ സംഘപരിവാർ ബന്ധം ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വിവരക്കേട്. അത് പറയരുത്. അൻസിബ എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നൊരു കാര്യമാണ്, അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ രണ്ടാമതും അൻസിബ കൊണ്ട് പരാതി. നമ്മൾ കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കോടതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ കോടതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോലീസിനോട് കേസെടുക്കാൻ പറയും. കോടതിക്ക് വേറെ സംവിധാനമൊന്നുമില്ല. കോടതി ആദ്യഘട്ടത്തിൽ ഫാക്ട് ഫൈൻഡിംഗ് ഒന്നും നടത്താറില്ല. കോടതി വിചാരണ ഘട്ടത്തിലാണ് ഇതിൻ്റെ തെളിവുകളും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. ആദ്യഘട്ടത്തിൽ നോക്കുമ്പോൾ ജിഹാദി എന്ന് വിളിച്ചു, വലിയ ഗുരുതരമായ ആരോപണമാണ്. അൻസിബ പറയുന്നത് അങ്ങനെ ഒരു പരാതി വരുമ്പോൾ തന്നെ എന്തുകൊണ്ട് FIR ഇടുന്നില്ല എന്നുള്ളതാണ്. ആ വരുമ്പോൾ സ്വാഭാവികമായി ചില മതസ്പർദ്ധ വളർത്തുന്ന കേസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ സ്വാഭാവികമായി ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ FIR ഇടാവൂ എന്നാണ് നിയമം. അപ്പോൾ അങ്ങനത്തെ കേസുകൾ പ്രാഥമികമായ അന്വേഷണം നടത്തും, അതിൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമ്പോൾ വെറുതെ ഒരു FIR ഇട്ട് കൊടുക്കില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വെറുതെ FIR ഇടുന്നത് ശരിയുമല്ല. ഞാൻ പറയുന്ന ഈ പോക്സോ കേസുകൾ പോലും, ഇപ്പോൾ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആദ്യം ചാടി കേസെടുക്കും. സത്യത്തിൽ പോക്സോ കേസുകൾ പോലും അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്കൊന്നും അങ്ങ് വിധി വന്നിട്ടുണ്ടോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ, കുറേ കുട്ടികളെ 20 കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നു, ആ കുട്ടികളെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, പോലീസ് കുറ്റം അവരെ ഏറ്റുപറയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അവസാനം പെൺകുട്ടി തന്നെ പറയുന്നു അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഈ അടിയൊക്കെ കൊണ്ട കുട്ടികൾ, അവർ ചെറിയ കുട്ടികളാണെന്ന് ഓർക്കണം, അവരുടെ ട്രോമ, അതിനൊക്കെ ആര് കുറ്റം പറയും? യഥാർത്ഥത്തിൽ എല്ലാ കേസിലും ഒരു പ്രാഥമിക അന്വേഷണം ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം കേരളത്തിൽ ഒരുപാട് വ്യാജ കേസുകൾ വരുന്നുണ്ട്, പല രീതിയിലും വ്യാജ കേസുകൾ വരുന്നുണ്ട്. ഇത് സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സംഘടനയിൽ പരിഹരിക്കേണ്ട വിഷയമായിരുന്നു. ആ വിഷയങ്ങൾ നിങ്ങളെല്ലാം ചേർന്ന് പുറത്തെത്തിച്ചു. പക്ഷേ ഇത് പുറത്തെത്തിക്കാൻ ആദ്യം പരിശ്രമിച്ചത് അൻസിബയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യം ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിൻ്റെ പിന്നാലെയാണ് ലക്ഷ്മിപ്രിയ വന്നത്. പക്ഷേ ലക്ഷ്മിപ്രിയയാണ് കുറ്റക്കാരിയാക്കി ഇവരെല്ലാം. കാരണം അൻസിബയ്ക്ക് ഒരു ഇടത് എക്കോസിസ്റ്റത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അൻസിബ നല്ലവളും ഈ ജിഹാദി പരാമർശമൊക്കെ ഇരുന്നുകൊണ്ട് ഇടത് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു മതേതര ആളാണ് എന്നൊരു പരിരക്ഷ കിട്ടുന്നുണ്ട്. ഇതിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂകളിലും ഈവൻ പ്രിയങ്ക, അതുപോലെ തന്നെ ബിജു പപ്പൻ അടക്കമുള്ള എല്ലാവരും ശ്വേതാ മേനോനെ ആദ്യമേ തന്നെ, അതായത് ശ്വേതാ മേനോൻ വന്ന് സംസാരിക്കും മുമ്പ് തന്നെ ആക്രമിക്കായിരുന്നു എന്ന് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും പറഞ്ഞ വാദങ്ങളെല്ലാം ആണുവിട തെറ്റാതവരെല്ലാം പറയുന്നുണ്ട്. ഒരു കാര്യത്തിലും അതിൽ എതിരഭിപ്രായം മറ്റാരും പറയുന്നില്ല. യഥാർത്ഥത്തിൽ അമ്മയ്ക്കകത്ത് സംഭവിച്ചത് എന്താണ് എന്നതിൻ്റെ നേർസാക്ഷ്യം അവർ പറയുമ്പോൾ അത് കൃത്യവും വ്യക്തവുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അൻസിബ വ്യക്തിപരമായ വിഷയം പറഞ്ഞു എന്നാണല്ലോ ഇവരുടെ ആരോപണം. അൻസിബയ്ക്കെതിരെ വ്യക്തിപരമായ വിഷയങ്ങൾ ലക്ഷ്മിപ്രിയ പറഞ്ഞു എന്നാണല്ലോ ഇവരുടെ ആരോപണം. അതിലും അൻസിബയാണ് ആദ്യം ഇത് തുടങ്ങി വെച്ചത്. അതായത് ലക്ഷ്മിപ്രിയയുടെ കുടുംബ പ്രശ്നങ്ങൾ ആദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ അൻസിബയാണ്. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് എന്തോ മെസ്സേജ് അയച്ചു ലക്ഷ്മിപ്രിയയെക്കുറിച്ചെന്നൊക്കെ പറഞ്ഞതും മാത്രമല്ല, ഇപ്പോൾ അൻസിബയും ലക്ഷ്മിപ്രിയയും തമ്മിൽ വലിയ സൗഹൃദമുണ്ടായിരുന്നു. ഒരു ഫോട്ടോ സംബന്ധിച്ച തർക്കമാണെന്ന് പറയപ്പെടുന്നു. ആ ഫോട്ടോ എന്താണെന്ന് ഇത്ര വലിയ സൗഹൃദമുള്ള ആൾക്കാർ ആ ഫോട്ടോ എന്താ കാര്യമെന്ന് വെച്ചാൽ അതൊന്ന് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം ഒരിക്കലും സംസാരിക്കാൻ തയ്യാറാവാതിരിക്കുകയും വീട്ടിൽ പ്രശ്നമുണ്ടാവുകയും ചെയ്തപ്പോഴാണ് ലക്ഷ്മിപ്രിയ പോലീസിൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ച് തീർക്കണമെന്ന രീതിയിൽ സംസാരിക്കുക. അതിൽ FIR ഇട്ടിട്ടൊന്നുമില്ല, പരാതി കൊടുത്തു എന്നുള്ളത് ശരിയാണ്. സ്വാഭാവികമായി ഒരാൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പരാതി കൊടുത്തു എന്നിരിക്കും. ആ പരാതിയിൽ അവിടെ വെച്ച് തീർന്ന ഒരു പരാതി എന്നെ പോലീസുകാർ വിളിച്ചു വരുത്തി, എന്നെ പോലീസുകാർ ശല്യം ചെയ്തു, പോലീസുകാർ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ ഒത്തിരി നേരം ഇരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ കുട്ടികളെ കണ്ട് നമ്മളെല്ലാം വിളിക്കില്ലേ? ഇപ്പോൾ ഏത് പോലീസാണെങ്കിലും ഒരു കുട്ടി നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാലും ആരായാലും വിളിക്കും. അത് പ്രതിയുടെ ആയാലും ബാധിയുടെ ആയാലും വിളിക്കും. സ്വാഭാവികമല്ലേ? ഒന്ന് വർത്താനം പറയുക, തലയിലും തട്ട്. അതാണല്ലോ ജനമൈത്രി പോലീസ്. പിള്ളേർക്ക് പേടിയുണ്ടാവാതെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പോലീസിനെ കാണുമ്പോൾ പേടിക്കും. അതൊക്കെ ചെയ്യുക സ്വാഭാവികമാണ്. അതിനെയൊക്കെ മകളെ കളിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭാഷ്യം കൊടുത്തുകൊണ്ട് ആദ്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്ന അൻസിബയാണ്, അല്ലാതെ ലക്ഷ്മിപ്രിയ അല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കൃത്യമായ അജണ്ട ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ്. അത് മാത്രമല്ല, സംഘപരിവാറിനെ എന്തിനാ ഇതിനകത്ത് വലിച്ചെടുക്കുന്നത്? BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ആദ്യം മനസ്സിലാക്കേണ്ട BJP എന്താണ്, NDA എന്താണ്, BJPയുടെ ഘടകകക്ഷിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അൻസിബയ്ക്ക് ഇനി ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ പറയാം. NDA എന്ന് പറയുന്ന BJP ഉൾപ്പെടുന്ന സഖ്യത്തിൻ്റെ ഘടകകക്ഷിയാണ് 2020ക്കാണ് സ്ഥാനാർത്ഥികളുള്ളത്. BJPയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് BJPയുടെ സ്ഥാനാർത്ഥികളെ മാത്രമേ BJP തീരുമാനിക്കാറുള്ളൂ. മറ്റൊരിടത്തെയും സ്ഥാനാർത്ഥികളെ BJP തീരുമാനിക്കാറില്ല. BJPക്ക് ഇപ്പോൾ പൈസ കൊടുത്ത് സ്ഥാനാർത്ഥികളെ വാങ്ങിക്കേണ്ട ഗതികേടില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് സ്ഥാനാർത്ഥികളാവാൻ ഇടിച്ചു നിൽക്കുന്നവരുടെ എണ്ണം അൻസിബ ഇവിടെ ഉള്ളത്. അൻസിബയ്ക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തു നിൽക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയാവാനാണ്. അതുകൊണ്ട്
പൈസ കൊടുത്ത് ഏതെങ്കിലും സിനിമാ നടിമാരെ, അതായത് രാഷ്ട്രീയ ബോധ്യവും ഇല്ലാത്ത സിനിമാ നടിമാരെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് 2020 കൊണ്ടുവന്നു? 2020 അവർ ബിസിനസ്സുകാരാണ്, അവർക്ക് സിനിമയുമായി ബന്ധം കാണും. അവിടെ എറണാകുളത്തുള്ള പ്രശസ്തരായ സെലിബ്രിറ്റികളെ അവർ അന്വേഷിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളപ്പോഴായിരിക്കും ഒരു പക്ഷേ സിനിമാക്കാരെയൊക്കെ അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. BJPയുടെ ഏതെങ്കിലും പരിപാടിയിലോ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലോ അല്ലെ അത്തരം പരിപാടികളിലൊക്കെ ആരെങ്കിലും പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മേൽ സംഘപരിവാർ ചാപ്പ കുത്തുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം വേണം. കോടതിയിൽ നമ്മൾ കൊണ്ടുകൊടുത്താൽ ആദ്യഘട്ടത്തിൽ കോടതി FIR ഇടാൻ പറയും. ഇത് 90% കേസുകളിലും FIR ഇടാൻ പറയും. അപ്പം അങ്ങനെ ഒരു FIR ഇടാൻ പറഞ്ഞതിനെയാണ് അൻസിബ അടക്കമുള്ളവർ നീതി കിട്ടിയെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. അപ്പോഴേ നമുക്കറിയാം, ഞാൻ അപ്പോഴേ പറഞ്ഞത് കോടതിയിൽ ഞാൻ അതിന് പ്രതികരണമൊന്നും ഫേസ്ബുക്കിൽ പോലും ഇട്ടില്ല. കാരണം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മളത് വിട്ടു. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കോടതിയിൽ നിന്ന് കിട്ടുന്ന അന്തിമ വിധിയല്ലാതെ ബാക്കിയൊന്നും വിജയമാണെന്ന് പ്രഖ്യാപിക്കരുത്, വിജയമാണെന്ന് പറഞ്ഞ് നടക്കരുത്. വിജയമല്ല. ഇപ്പോൾ തന്നെ പോലീസ് പറയുന്നത് കേസെടുക്കാൻ പറ്റിയ വകുപ്പുകളൊന്നുമില്ല, ഡിഫമേഷനാണ്. അത് ഡിഫമേഷൻ കോടതിയിലാണ് പോകേണ്ടത്, കോടതിയിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്നു. ഏതായാലും അതായിരിക്കും അൻസിബ ഇപ്പം ഇനി കോടതിയിലേക്ക് പോയി ഡിഫമേഷൻ ഫയൽ ചെയ്താൽ ആ ഡിഫമേഷനെ വിജയിപ്പിച്ചെടുക്കാൻ അൻസിബയ്ക്ക് അതിന് പറ്റിയ തെളിവുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിന് മുമ്പും അൻസിബ നടത്തിയ പരാമർശങ്ങളും ഒക്കെ കോടതി പരിശോധിക്കും. ഒരു പരാമർശം മാത്രമല്ല പരിശോധിക്കുക. ലക്ഷ്മിപ്രിയയ്ക്ക് അതിനകത്ത് എന്ത് പറയാനുണ്ട്? ലക്ഷ്മിപ്രിയ ആദ്യം ഇതാണോ പറഞ്ഞത്? ഡേറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞത് അൻസിബ തന്നെയാണ്. ലക്ഷ്മിപ്രിയയുടെ കുടുംബ പ്രശ്നങ്ങൾ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അൻസിബയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിൽ വലിയ രീതിയിൽ നീതി കിട്ടും എന്നൊന്നും അൻസിബ പ്രതീക്ഷിക്കരുത്. മാത്രമല്ല അൻസിബ കേസ് കൊടുത്താൽ അവരെ കേസ് കൊടുത്തില്ലെങ്കിൽ ഉടനെ SHOയെ പുറത്താക്കണം. രമേശ് ചെന്നിത്തല 20 പ്രാവശ്യം വിളിച്ചിട്ടാണ് കിട്ടിയത്. രമേശ് ചെന്നിത്തലയോട് പറഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തല വിളിച്ചാൽ ഉടനെ കേസെടുക്കുമെന്നൊന്നും അൻസിബ വിചാരിക്കരുത്. അടുത്തത് രമേശ് ചെന്നിത്തല പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റും, പക്ഷേ അത് പോലീസ് ഓഫീസർമാർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ കേസെടുത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് പോലീസ് ഓഫീസർമാർക്ക് ഇപ്പോൾ നടപടികളൊക്കെ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരും വളരെ ശ്രദ്ധയോടുകൂടിയേ നിൽക്കുകയുള്ളൂ. കാരണം നിയമം അറിയുകയും പോലീസിൻ്റെ ആക്ടൊക്കെ അറിയുകയും ചെയ്യുന്ന പോലീസ് ഓഫീസർമാർക്കാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ പോലീസ് ആക്ട് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആക്ടൊക്കെ അനുസരിച്ച് നിയമമൊക്കെ അനുസരിച്ച് ഒക്കെ മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ. വെറുതെ ഓടിച്ചെന്ന് പരാതി പറഞ്ഞാൽ കേസെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കും പലപ്പോഴും കേസെടുക്കാതിരിക്കുന്നത്. അതിനെ ഈ സംഘപരിവാറുമായി കൂട്ടിയിണക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് അൻസിബ ആലോചിക്കണം. ഓരോ വിഷയങ്ങളിലും എടുക്കുന്ന സത്യസന്ധമായ നിലപാടുകൾക്ക് മനുഷ്യൻ അംഗീകാരം നൽകും. ഇവിടെ അമ്മയുമായി ബന്ധപ്പെട്ട് 500 പേരുള്ള ഒരു സംഘടന, ആ സംഘടനയിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസം ഓരോ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു മാധ്യമപ്രവർത്തക കൂടിയായ പത്മജ എസ് മേനോൻ ഒരു ചാനൽ കൊടുത്ത ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് വന്ന് അത് പറഞ്ഞു. ഇന്ന് ക്യാൻ എന്ന് പറയുന്ന ചാനലിൽ വന്ന് ലക്ഷ്മിപ്രിയയുടെ ഇൻ്റർവ്യൂ കണ്ടു നോക്കണം. അതിൽ ലക്ഷ്മിപ്രിയ ഈ വിഷയം പറയുന്നുണ്ട്. 15 കോടി രൂപ അദാനിയിൽ നിന്ന് കിട്ടിയെന്ന്. അപ്പം അദാനി BJPക്കാരനല്ല. ആണെങ്കിൽ കേരളത്തിലെ പോർട്ടും അതുപോലെ തന്നെ എയർപോർട്ടും ഒക്കെ അദാനിയാണ് നടത്തുന്നുള്ള ബോധ്യം കൂടി വേണം. അപ്പോൾ നരേന്ദ്രമോദിയോട് മിണ്ടിയാൽ ആ സമയത്ത് അദാനി സംഘപരിവാറും, കേരളത്തിൽ പിണറായി വിജയനോട് മിണ്ടിയാലും സംഘപരിവാർ ആകില്ല. അപ്പോൾ പിണറായി വിജയൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടും അതുപോലെ നമുക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിയും അദാനിയും അതുപോലെ തന്നെ പിണറായി വിജയനും അദാനിയും ഒക്കെ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് അതൊക്കെ ഒരു ഭരണാധികാരിക്ക് ആരെങ്കിലുമായി അവർക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് കൊടുത്താൽ അവർക്ക് സംഖ്യയാവില്ല. അതുകൊണ്ട് അദാനി സംഖ്യയാണ് എന്നുള്ള സംഖ്യ ആയതുകൊണ്ട് അദാനി വഴി പണം കൊണ്ടുവരാൻ ശ്വേതാമേനോൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് പത്മജ അറിയുന്നു, പത്മജ അത് പറയുന്നു എന്നൊക്കെ പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും വിധത്തിൽ പല ചർച്ചകളും നടത്തിയിട്ടുണ്ടാവും ശ്വേതാമേനോൻ. ഒരുപക്ഷെ അത് വരാനുള്ള സാധ്യത ഉണ്ടാവും CSR ഫണ്ടിൽ നിന്ന്. അങ്ങനെ ഒരു കാര്യം ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞ് പത്മജ അറിഞ്ഞിട്ടുണ്ടാവും. അതിനെ BJPയുമായി കൂട്ടിയിണക്കി BJP നേതാവാണ് ഇത് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചാനലിലൊക്കെ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയല്ല. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ സംസ്ഥാന സെക്രട്ടറി അതെനിക്ക് തോന്നുന്നു വിശദീകരിച്ചിട്ടുണ്ട്, BJPക്ക് ഒരു ബന്ധവും ഇതുമായി ഇല്ല എന്നുള്ളത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അല്പമെങ്കിലും അൻസിബ സംസാരിക്കാൻ. ഏതായാലും അൻസിബയ്ക്ക് എവിടെ നിന്നെങ്കിലും നീതി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. എവിടെ നിന്നും കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ ഇടത് ഇക്കോസിസ്റ്റത്തിൻ്റെയും അതുപോലെ മറ്റ് ചില വിഭാഗങ്ങളുടെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണ കിട്ടുന്നുണ്ട്. അതാണ് മാളത്തിൽ ഒളിച്ചിരുന്ന നടിമാരെല്ലാം ഒരു സമാന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അൻസിബയുമായി ബന്ധപ്പെട്ടുള്ള, അൻസിബയ്ക്ക് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുമ്പോഴും അൻസിബയുടെ എല്ലാ ആൾക്കാരും അൻസിബയ്ക്ക് വേണ്ടി കുഴലൂത്ത് നടത്താനും അൻസിബയെ നല്ലവളാക്കി പ്രഖ്യാപിക്കാനും അൻസിബയ്ക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. അതിൽ നിന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമാകും.